ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. ഗോൾഡിലെ ഇന്നത്തെ നമ്മുടെ വ്യൂ ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഗോൾഡിലെ ട്രെൻഡ് ഓൾറെഡി ഒരു സെൽ ട്രെൻഡ് തന്നെയാണ്. ആ ട്രംപിന്റെ താരിഫ് അതിന് ശേഷമുള്ള ഇന്നിപ്പോൾ വൈകിട്ട് ന്യൂസും ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നൊരു സോണിൽ ഇത് കളിക്കും. ഇത് ആ ഒരു ഏരിയയിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വന്ന് റിജക്ട് ചെയ്തിട്ടുള്ള 55, 54, 57 ആ റേഞ്ചിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്ന സെല്ല്. ചെറിയൊരു റിജക്ഷൻ ഇവിടെ എടുക്കുന്നുണ്ട്. 78 എന്നൊക്കെ ഒരു ചെറിയൊരു റിജക്ഷൻ എടുക്കുന്നുണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് താഴോട്ട് തന്നെയാണ്. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒക്കെ എടുക്കുന്നുണ്ട്. ഒരു 64, 62 റേഞ്ച്, 65 ആ റേഞ്ചിൽ നിന്നൊക്കെ നമുക്കൊരു ഇംബാലൻസ് ആയിട്ട് കിടക്കുന്ന ഒരു സോണാണ്. അപ്പോൾ അവിടേക്ക് വരാനായിട്ട് ഗോൾഡ് ശ്രമിക്കും. അവിടെ കുറച്ച് ഓർഡേഴ്സ് എടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവിടേക്ക് എന്തായാലും വരണം. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് റിജക്ട് ചെയ്തിട്ട് ഇന്ന് സെൽ സോണിലേക്ക് തന്നെയാണ് നമ്മൾ വ്യൂ ചെയ്യണത്. ബൈ നമ്മൾ ഇന്ന് നോക്കണില്ല. ഇന്നൊരു സെൽ തന്നെയാണ് നമ്മൾ പ്ലാൻ. വെള്ളിയാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും സ്റ്റോപ്പ് ലോസ് കിട്ടിയിപ്പിക്കാനും അതോടൊപ്പം തന്നെ എല്ലാവരും ഓർഡറുകൾ ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇന്ന് ഒരു റേഞ്ച് വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ആ 3057 താഴേക്ക് പോകാനും ചാൻസ് ഉണ്ട്. ഗോൾഡ് മുകളിലേക്ക് പോകാനുള്ള വ്യൂ ഇല്ല. നോക്കാം. ഇന്നത്തെ ന്യൂസ് ഉണ്ട്, ഇന്ന് NFPയുടെ ന്യൂസ് ഉണ്ട്. അപ്പോൾ അത് നോക്കാം. അത് ഇന്ന് 6 മണിക്ക് ന്യൂസ് ഉണ്ട്. അപ്പോൾ 6 മണിയിലത്തെ ന്യൂസ് ഭയങ്കര കുറച്ചധികം ന്യൂസ് ഉണ്ട്. അതൊക്കെ ഗോൾഡിനെ ബാധിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരും ഇന്നൊന്ന് ചെറിയ ഓർഡറുകൾ മാത്രം കീപ്പ് ചെയ്യുക. വലിയ അക്കൗണ്ടിലുള്ള ആൾക്കാരോടല്ല നമ്മൾ പറയണത്, ചെറിയ അക്കൗണ്ട് മാനേജ് ചെയ്യുന്ന ആൾക്കാരോടാണ് പറയുന്നത്. മണി മാനേജ്മെന്റ് ആണ് മെയിൻ ആയിട്ട് ട്രേഡിങ്. എത്ര സ്ട്രാറ്റജി എത്ര ശരിയാണെങ്കിലും, എത്ര ഫണ്ടമെന്റൽ എത്ര ശരിയാണെന്ന് പറഞ്ഞാലും അതൊക്കെ കളയാനായിട്ടുള്ള ആൾക്കാർ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പരമാവധി ലോഡ് സൈസ് കുറയ്ക്കുക. മണി മാനേജ്മെന്റ് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇന്നത്തെ ഒരു സോൺ നമ്മൾ പറയണത് പൂർണ്ണമായിട്ട് പറയാനായിട്ട് പറ്റില്ല. പക്ഷെ എന്നാലും ഇന്നലെ തേഴ്സ്ഡേ ഉണ്ടായിട്ടുള്ള ആ സംഭവത്തിലേക്ക് ആ ഒരു റേഞ്ചിലോട്ട് ഇന്ന് വരും 6 മണിക്ക് മുന്നായിട്ട് എന്നാണ് നമ്മളൊരു പ്ലാൻ. ഒരു 66 റേഞ്ചിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഒരു സെല്ലാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ 84ലാണ് നിൽക്കുന്നത്. 64ലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓൾറെഡി കാലത്ത് തന്നെ നമ്മുടെ ഹിസ്റ്ററി കാണിച്ചിട്ട് ടുഡേ നമ്മൾ സെല്ലിട്ടിട്ട് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. $149 ഓൾറെഡി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു അക്കൗണ്ടിലാണ്. ഓൾറെഡി ഇനി കൺഫർമേഷനാണ് കിട്ടേണ്ടത്. ഇതൊരു റിജക്ഷൻ വന്നതിന് ശേഷമാണ് നമ്മൾ സെല്ലിലേക്ക് പ്ലാൻ ചെയ്യുള്ളൂ. റിജക്ഷൻ ഇവിടെ നിന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ റിജക്ഷൻ വരുന്നത് 68, 78, 64 ആ റേഞ്ചിൽ നിന്നായിരിക്കും. ഇതിലേക്ക് തന്നെയാണ് പ്ലാൻ ചെയ്യണത്. എന്ന് നമ്മൾ 84 ഓൾറെഡി റണ്ണിങ് ആണ്, ഒരു പ്രോഫിറ്റും. പിന്നെ അതോടൊപ്പം തന്നെ അത് ഇനി റിജക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആവറേജ് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. 6 മണി വരെ സെല്ലിലോട്ട് തന്നെ നമ്മൾ ഒരു ആവറേജിങ്ങിനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഹായ് ഗൈസ്, ഗോൾഡിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ച് അടിക്കാൻ കൂടുതൽ ചാൻസ് കൂടുതലാണ്. അവിടെ നമ്മളൊരു സോണില് നമ്മൾ പ്ലാൻ ചെയ്യണം. അവിടെ ഇപ്പം നമ്മൾ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ അവിടെ എത്തുന്നവരെ വെയിറ്റ് ചെയ്യണം. ഒരു റിജക്ഷനിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രൈസ് ആക്ഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു സപ്പോർട്ട് സോണിലോ പ്രൈസ് ആ ലെവലിലേക്ക് എത്തിയതിനു ശേഷം ആ സോണിൽ നിന്ന് ഒരു എൻട്രി എടുക്കുമ്പോൾ കുറച്ച് താഴോട്ട് അത് വെയിറ്റ്, ചിലപ്പോൾ എൻട്രി കിട്ടാൻ ചിലപ്പോൾ എൻട്രി കിട്ടാതിരിക്കും. പക്ഷെ ആ എൻട്രി കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക. ആ എൻട്രി ചിലപ്പോൾ ഏറ്റവും ഡീപ്പിലേക്ക് എത്തുന്നവരെ വെയിറ്റ് ചെയ്യുക. ആ ഡീപ്പിൽ എത്തിയിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ റിജക്ട് ചെയ്ത് പോകുന്ന സമയത്താണ് പിന്നെ അല്ലെങ്കിൽ എൻട്രി കയറി ഇടുന്നത്. റൈറ്റ്, അത് നമുക്ക് അവിടെ എത്തുമ്പോൾ നമുക്കത് ചാർട്ട് ഒരുപാട് നോക്കിയിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. അത് എത്ര ഒരാൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന അറിയില്ല. അത് ഒരുമിച്ച് നമുക്ക് ട്രേഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ.